അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കെ സി അബ്ദുള്ള എന്ന കുരുവട്ടൂരുകാരൻ താനെന്തോ വലിയ സംഭവമാണെന്നും മുദബ്ബിറുൽ ആലം ലോകം നിയന്ത്രിക്കുന്നവനാണെന്നും വറയിന്റെ അങ്ങേയറ്റത്തുള്ളവനാണെന്നും സാഹിബുൽ വഖത്താണെന്നും എന്നെല്ലാം ചിന്തിച്ച് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയ സാധുക്കളായ അണികളോട് വളരെ സ്നേഹത്തോടെ ഒന്ന് രണ്ട് വിഷയം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി അദ്ദേഹത്തിന്റെ ആദ്യകാല ഒരു പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാനുള്ള കാരണം സി എം വലിയുല്ലാഹിയോടുള്ള തന്റെ സ്നേഹം കപടമാണോ എന്ന് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക. കാരണം കവലകളായ കവലകൾ മുഴുവൻ സുന്നി ആദർശ മുന്നേറ്റം, സുന്നി ആദർശ സംഗമം, മനുഷ്യ മനസ്സുകൾ മടവൂരിലേക്ക് എന്ന ലേബലിലൊക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ഞങ്ങളാണ് സി എം വലിയുല്ലാഹിയുടെ യഥാർത്ഥ മൊഹിബീങ്ങൾ, മറ്റുള്ളവരുടെയൊക്കെ സ്നേഹം കപടമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള അവതരണങ്ങളുമൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യകാല ഈ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയമായി വിലയിരുത്തുക, സി എം വലിയുല്ലാഹിയോട് ഇയാൾക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ, സി എം വലിയുല്ലാഹി പറഞ്ഞ റൂട്ടിലാണോ ഇദ്ദേഹം സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. മഹാനായ ഷെയ്ഖുനാ സയ്യിദുനാ താജുൽ ഉലമ സയ്യിദ് അവർകൾ, ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമ എബി ഉസ്താദ് അവർകൾ ഈ മഹാന്മാരായ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനായ ഷെയ്ഖുനാ ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീ ബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഈ നാട്ടിലൊക്കെ ഷെയ്ഖുനാ വന്നിട്ടുണ്ട്. ഈ നാട്ടിലൊക്കെ ഷെയ്ഖുനാ ഖുതുബുൽ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. മഹാനായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നിങ്ങൾക്കൊക്കെ അറിയാം. സമസ്തയുടെ വിഷമമായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അവർകൾ ചെന്നപ്പം ഖുതുബുൽ ആലം പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പയെയും സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിനെയും നമുക്ക് ഏൽപ്പിച്ചു തന്നതാരാ? സി എം വലിയുല്ലാഹിയാണ് എന്നല്ല അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നത്. ഈ പ്രസംഗത്തിന്റെ ബാക്കി കൂടി ഒന്ന് കേൾക്കുക. പ്രധാനപ്പെട്ട സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനെ പ്രശ്നമായിരുന്നു. ഷെയ്ഖുനാ പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ എപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുനാ ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ. അപ്പോൾ പരിശുദ്ധമായ ദീനിന്റെ കാര്യം നോക്കാൻ താജുൽ ഉലമ തങ്ങളുപ്പാപ്പയെയും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് സി എം വലിയുല്ലാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ സി എം വലിയുല്ലാഹിയുടെ ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ആ സി എം വലിയുല്ലാഹിയുടെ വാക്കുകൾ അനുസരിക്കുകയും അത് അംഗീകരിക്കുകയുമല്ലേ ചെയ്യേണ്ടത്? അതല്ല നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞതായിരുന്നു അന്ന് സി എം വലിയുല്ലാഹിയുടെ പേരിൽ. സി എം വലിയുല്ലാഹിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ആ സി എം വലിയുള്ള പറഞ്ഞ വിഷയങ്ങൾ അംഗീകരിക്കലാണ്, അത് ജീവിതത്തിൽ പകർത്തലാണ്. മുത്തനബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സി എം വലിയുല്ലാഹിയോട് സ്നേഹമുണ്ടെങ്കിൽ, ഒരിറ്റ സ്നേഹമുണ്ടെങ്കിൽ ആ സി എം വലിയുള്ള പറഞ്ഞ വിഷയങ്ങൾ അനുസരിക്കുകയും പ്രാവർത്തികമാക്കുകയുമല്ലേ വേണ്ടത്? എന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സമനില തെറ്റിയവനെ പോലെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെതിരെ അസഭ്യം വർഷിക്കുകയാണ് പരസ്യമായ സ്റ്റേജിൽ നിന്ന്. ഇപ്പം വെല്ലുവിളിക്കുന്ന ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടാവും. ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദ്റത്ത് പോയിട്ട് പറയല. ഏതോ ചെറിയ മൊയ്യാക്കുട്ടിയെ മുതാഞ്ഞുമാണോ വിളിച്ചു പറയുന്നത്? തന്തായില്ലേ ഉറക്കം വിളിച്ചു പറയല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് ഉളുപ്പുണ്ടോ? ഒരല്പം ഉളുപ്പ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മഹാനായ സി എം വലിയുല്ലാഹിയുടെ പേരിൽ സദസ്സുകൾ സംഗമിച്ച് ആ മഹാനവറുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ അസഭ്യം പറയാൻ വേണ്ടി ആ സദസ്സുകൾ ഉപയോഗിക്കാൻ ഒരല്പം ഉളുപ്പുണ്ടോ? ഇൽമിനോടോ ആലിമീങ്ങളോടോ നിങ്ങൾക്ക് തീരെ ബഹുമാനമില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ പ്രായത്തെയെങ്കിലും നിങ്ങൾക്ക് ബഹുമാനിക്കാമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷെയ്ഖുനാ കാന്തപുരം ഉസ്താദിനെതിരെ സംസാരിക്കാനും ഇദ്ദേഹത്തിന് ഇത്രയധികം മതമിളകാനും ഒക്കെയുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ കഴിഞ്ഞ ദിവസം ഉള്ളാൾ റൂസിൽ വെച്ച് എ പി ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് വിശദീകരിക്കുകയുണ്ടായി. ഉസ്താദ് തന്നെ പറയട്ടെ. ആ സൂര്യനോടാണ് പറഞ്ഞത്, മടങ്ങി വരണം. ഉടനെ മടങ്ങി വന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ഒതുകൊടുത്ത് നിസ്കരിച്ചോ. അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് തീരുന്നത് വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവിടെ ഞാൻ നിന്ന് കൊടുത്ത് അസ്തമിക്കാതെ നിന്ന് കൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും ആണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ, സഹായിക്കട്ടെ. ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആൾക്കാരല്ല, അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ. അതൊരിക്കലും വരില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മടക്കി വിട്ടപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് മടക്കി വന്നു. ഇത് അതാണ് മുഅ്ജിസത്ത്, കറാമത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മുഅ്ജിസത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് വിശദീകരിച്ചുകൊണ്ട് എ പി ഉസ്താദ് പറഞ്ഞു, എന്നാൽ ഇന്ന് ചില ആളുകളുണ്ട് വലിയാണ്, ഖുതുബുൽ ആലമാണ് എന്നൊക്കെ വാദിച്ച് നടക്കുന്നവർ. അവർ ഈ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ, അതൊരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് അവിടെ ഉസ്താദ് പറഞ്ഞത്. അവർ ഉസ്താദ് ഒരാളെയും വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ചില ആളുകൾ എന്നുള്ള വ്യാജന്മാരെയാണ് ഉസ്താദ് അവർ ഉദ്ദേശിച്ചത്. ഇത് പറഞ്ഞു കേട്ടപ്പോഴേക്ക് ഇയാൾ സടകുടഞ്ഞെണീറ്റ് പരസ്യമായ ഉസ്താദിനെതിരെ അസഭ്യം പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് തെളിയിക്കുന്നത്? ആ ചില ആളുകൾ, ആ വ്യാജന്മാരിൽപ്പെട്ട നമ്പർ 1 അത് ഞാൻ തന്നെയാണ് എന്നല്ലേ അദ്ദേഹം തെളിയിക്കുന്നത്? യഥാർത്ഥ ഔലിയാക്കന്മാർ ഉസ്താദ് വെല്ലുവിളിച്ചിട്ടുണ്ടോ? വ്യാജന്മാരെയാണ് ഉസ്താദ് വെല്ലുവിളിച്ചത്. അപ്പോൾ ഞാൻ തന്നെയാണ് നമ്പർ 1 വ്യാജൻ എന്ന സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം തെളിയിക്കുകയല്ലേ ഇതിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ചില വിശ്വാസികളിൽ നിന്ന് അസഭ്യവാക്ക് വരുന്നില്ലേ, വിശ്വാസിക്ക് മോശം വാക്ക് പറയാമോ? മഹാനായ ഇമാം അവർ പറഞ്ഞു, മോനെ, നിന്റെ കയ്യിൽ പാൽപാത്രമോ മലിന ജലമോ ഉണ്ടെന്ന് സങ്കല്പിക്കുക. നിന്നെ ഒരാൾ ശക്തമായി പിടിച്ചുലക്കുമ്പോൾ നിന്റെ കയ്യിലുള്ളതെന്തോ അതായിരിക്കും പുറത്തേക്ക് തെറിക്കുക. അപ്രകാരമാണ് ചില മനുഷ്യർ. അവരെ പ്രകോപിപ്പിച്ചാൽ അവരുടെ കയ്യിലുള്ള മലിനമായ വാക്കുകൾ, ഹമുക്ക്, ഉളുപ്പ്, അവൻ, ഇവൻ, ഈ അശുദ്ധമായ ജലമാണ് പുറത്തേക്ക് തെറിക്കുക. മഹത്തുക്കളുടെ വായിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വരിക? ഖബരന്മാരുടെ വായിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വരിക? ഇതെല്ലാം നേരത്തെ ഇമാം അവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സാഹിബുൽ വഖത്താണെന്നും മുദബ്ബിറുൽ ആലമാണെന്നും ലോകം നിയന്ത്രിക്കുന്നവനാണെന്നും ഖുതുബുൽ ആലമാണെന്നും ഒക്കെ കൊട്ടിഘോഷിക്കുന്ന ഇയാളുടെ ഉള്ളിലുള്ളത് പുറത്ത് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്.
നേരത്തെ പെരുന്നാൾ ടൂറിന്റെ സമയത്ത് ഗ്ലോബൽ വില്ലേജിൽ വെച്ച് തന്റെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ആവറത്ത് വെളിവാക്കിക്കൊണ്ട് പബ്ലിക്കിലൂടെ നടത്തിപ്പിക്കുകയാണ്. എന്നിട്ട് സ്വന്തമായി അതിനെ ന്യായീകരിക്കുകയും തന്റെ കൂലി പ്രഭാഷകരെ കൊണ്ട് ന്യായീകരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മഹാനായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ വലിയ കറാമത്തിലൂടെ ഇയാളുടെ ഉള്ളിലിരിപ്പും ഇയാളുടെ ഉള്ളിലുള്ള തമ്മാടിത്തരങ്ങളും പുറത്തു ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മനോഹരമായ ആശയങ്ങളെ വികൃതമാക്കിക്കൊണ്ട് ഇദ്ദേഹം നടത്തുന്ന കോപ്രായത്തങ്ങൾക്ക് പിറകിൽ ഇനിയും അണിനിരക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. ഇത്തരം വ്യാജ ശൈഖന്മാരുടെ പിറകിൽ കൂടി നമ്മുടെ ആഖിബത്ത് മോശമാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പെട്ടുപോയ സാധുക്കൾക്ക് ചിന്തിക്കാനും അതിൽ നിന്ന് പിന്മാറാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് എത്രയോ മുമ്പോ മുതൽ ശൈഖുന കാന്തപുരം ഉസ്താദ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാണ്. ഇന്ന് നിങ്ങൾ ഉന്നയിച്ചതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചവരുണ്ട്. ഇന്ന് നിങ്ങൾ പറഞ്ഞ അസഭ്യ വാക്കുകളെക്കാൾ മോശമേറിയ വാക്കുകൾ പ്രയോഗിച്ചവരും ഉപയോഗിച്ചവരുമുണ്ട്. പക്ഷേ അവരൊക്കെ ഇന്ന് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുൽത്താനുൽ ഉലമയെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ഇത് എന്റെ വാക്കല്ല, ശൈഖുനാ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ വാക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം വ്യാജ തരീഖത്തുകളിൽ നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ച് സത്യം മനസ്സിലാക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വഴിയിലേക്ക് കടന്നു വരികയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.